ഹായ് ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് സർവേയെക്കുറിച്ചാണ്. നമുക്കറിയാം, ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ എക്സാമിനും സർവേയിങ് എന്ന സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. IAS എക്സാം തൊട്ട് ഓവർസിയർ ഗ്രേഡ് 3 വരെയുള്ള എക്സാമിന് നമ്മുടെ സർവേയിങ്ങിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സർവേയിങ്? സർവേയിങ് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ ഉള്ള ഒരു പോയിൻ്റ് അത് മറ്റ് രണ്ട് പോയിൻ്റുകളിൽ നിന്ന് എത്ര മാറിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിൻ്റ് എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജനറലി സർവേ ചെയ്യുന്നത്. ജനറലി ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നടത്തുന്ന ഈ ഡീറ്റെയിലിങ്ങിനെയാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് നമ്മളൊരു വെർട്ടിക്കൽ പ്ലെയിനിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലെവലിംഗ് എന്ന് പറയും. ലെവലിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളൊരു പോയിൻറ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് ഡാറ്റം കണ്ടുപിടിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ സർഫസിലാണ് നമ്മൾ സർവേയിങ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലെവലിംഗ് എന്നാണ് പറയുന്നത്. ജനറലി സർവേയിങ് എന്ന ടേം കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നടത്തുന്ന ഡീറ്റെയിലിംഗ് ആണ്. നമ്മളിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സർവേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈമറി ക്ലാസിഫിക്കേഷൻ. അവിടെ പ്രൈമറി ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് പ്ലെയിൻ സർവേ, സെക്കൻഡ് വൺ ജിയോഡറ്റിക് സർവേ. പ്ലെയിൻ സർവേ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് US-കാരാണ്. ഇവിടെ അവർ കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലാർ ലിമിറ്റിൽ നമ്മൾ എർത്ത് സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ സർഫസ് പ്ലെയിൻ ആയിട്ടാണ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം, എർത്ത് സർഫസ് ഒരിക്കലും ഒരു പ്ലെയിൻ സർഫസ് അല്ല, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ് അല്ല, അതൊരു ചെറിയ കർവേച്ചറോട് കൂടിയൊരു പോർഷനാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ 100 സ്ക്വയർ മൈൽസിനുള്ളിലാണെങ്കിൽ നമ്മുടെ ഈ സർഫസ്, നമ്മളെ സർവേക്ക് വേണ്ടി എടുക്കുന്ന സർഫസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ 100 സ്ക്വയർ മൈൽസിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് 258 സ്ക്വയർ കിലോമീറ്റർ ആക്കി മാറ്റി. അപ്പം നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് ഈ 100 സ്ക്വയർ മൈൽസിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് 258 സ്ക്വയർ കിലോമീറ്റർ എന്നാക്കി മാറ്റി. അപ്പോൾ ഓർക്കും, ഇത് PSCക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ ഈ 258 സ്ക്വയർ കിലോമീറ്റർ കാണത്തില്ല, പകരം 260 സ്ക്വയർ കിലോമീറ്റർ ആണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്ലെയിൻ സർവേയിങ്, അതായത് എർത്തിൻ്റെ സർഫസ് നമ്മൾ സർവേക്ക് വേണ്ടി എടുക്കുന്നത് 260 സ്ക്വയർ കിലോമീറ്ററിനുള്ളിലായിരിക്കും. അതിനാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് ജിയോഡറ്റിക് സർവേ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, പ്ലെയിൻ സർവേയുടെ ലിമിറ്റ് എന്നുള്ളത് 260 സ്ക്വയർ കിലോമീറ്ററാണ്. ഇനി 260 സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർവേക്ക് വേണ്ടി നമ്മൾ എർത്തിൻ്റെ കർവേച്ചർ കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ ജിയോഡറ്റിക് സർവേയുടെ പ്രത്യേകത, അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കത്തില്ല, എർത്തിൻ്റെ കർവേച്ചറും കൂടി നമ്മൾ ഈ സർവേക്ക് വേണ്ടി ജനറലി യൂസ് ചെയ്യും. അതായത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ലീനിയർ മെഷർമെൻറ്റ്സും ആംഗുലാർ മെഷർമെൻറ്റ്സും ജനറലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ജിയോഡറ്റിക് സർവേയുടെ മെയിനായിട്ടുള്ള പോയിൻ്റ് ഓർത്തിരിക്കേണ്ടത്, അതിൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 260 സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് നേച്ചർ ഓഫ് ദി എർത്ത്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ബേസ്ഡ് ഓൺ ദി ലാൻഡ് ആൻഡ് ഫീച്ചേഴ്സ്. അതുവച്ചുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ലാൻഡ് സർവേ. അതിൻ്റെ അകത്ത് വീണ്ടും സബ് ഡിവിഷനുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. അത് പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. നമ്മളെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സായ മൗണ്ടൈന്, പോണ്ട്, ഹില്ല്, അതിൻ്റെയുള്ള ഡീറ്റെയിലുകളും കാര്യത്തിനും വേണ്ടിയാണ് നമ്മൾ ജനറലി ടോപ്പോഗ്രഫിക്കൽ സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സർവേ ആണ് കഡസ്ട്രൽ സർവേ. ജനറലി നമ്മൾ കഡസ്ട്രൽ സർവേ യൂസ് ചെയ്യുന്നത്, നമുക്കൊരു പ്ലോട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ലാൻഡുണ്ട്. ആ ലാൻഡിൻ്റെയോ നമ്മുടെ ആ പ്ലോട്ടിൻ്റെയോ ബൗണ്ടറിയും കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കഡസ്ട്രൽ സർവേ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പ്ലോട്ടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലാൻഡോ ഗ്രൗണ്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറിയൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം, അങ്ങനെ ബൗണ്ടറിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ബൗണ്ടറി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജനറലി കഡസ്ട്രൽ സർവേ ചെയ്യുന്നത്. നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് കഡസ്ട്രൽ സർവേ ജനറലി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സർവേയുടെ പേരാണ് കഡസ്ട്രൽ സർവേ. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ബൗണ്ടറി ഫിക്സ് ചെയ്യുക.
സെക്കൻഡ് വണ്ണാണ് സിറ്റി സർവേ. ജനറലി സിറ്റി സർവേ യൂസ് ചെയ്യുന്നത് റോഡിൻ്റെയും റെയിൽവേ ലൈൻസിൻ്റെയും സ്ട്രീറ്റിൻ്റെയൊക്കെ സർവേക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ റോഡ്, റെയിൽവേ ലൈൻ, സ്ട്രീറ്റ്സ് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിനും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനറലി സിറ്റി സർവേ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മറൈൻ സർവേ. അപ്പോൾ ശ്രദ്ധിക്കുക, മറൈൻ സർവേയുടെ മറ്റൊരു പേരാണ് നാവിഗേഷൻ സർവേ. ജനറലി വാട്ടർ ബോഡിയിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേക്ക് വിളിക്കുന്ന പേരാണ് മറൈൻ സർവേ. ഓഷൻ, സീ, ലേക്ക് തുടങ്ങിയ വാട്ടർ ബോഡീസിലാണ് നമ്മൾ ജനറലി മറൈൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ടർ ബോഡിയിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേ ഏത്? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് മറൈൻ സർവേ കാണില്ല. അപ്പോൾ അവിടെ ആലോചിക്കേണ്ട കാര്യം, ഓപ്ഷനിൽ നാവിഗേഷൻ സർവേ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് അസ്ട്രോണമിക്കൽ സർവേ. ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്റ്റാണ് അസ്ട്രോണമിക്കൽ സർവേ എന്നുള്ളത്. നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും സ്റ്റാർസിൻ്റെയോ സണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഹെവൻലി ബോഡീസിലോ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് ഈ അസ്ട്രോണമിക്കൽ സർവേ എന്നുള്ളത്. എന്നാൽ ആക്ച്വലി അസ്ട്രോണമിക്കൽ സർവേ അതല്ല. നമ്മുടെ എർത്തിൻ്റെ സർഫസിലുള്ള ഒരു പോയിൻ്റ് ഈ സൺ അല്ലെങ്കിൽ മൂൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെവൻലി ബോഡിയിൽ നിന്ന് എത്ര മാറിയാണ്, അല്ലെങ്കിൽ എർത്ത് സർഫസിലെ ഈ പോയിൻ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സൺ ഓർ മൂൺ ഓർ ഹെവൻലി ബോഡി, അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സർവേയാണ് നമ്മൾ അസ്ട്രോണമിക്കൽ സർവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അസ്ട്രോണമിക്കൽ സർവേ എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൻ്റെ സർഫസിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് സണ്ണിൽ നിന്നോ മൂണിൽ നിന്നോ അല്ലെങ്കിൽ ഹെവൻലി ബോഡിയിൽ നിന്നോ എത്ര മാറിയാണ് എന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേയാണ് നമ്മൾ അസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവേയുടെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഓഫ് സർവേ. അടുത്ത ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് എഞ്ചിനീയറിംഗ് സർവേ. ജനറലി നമ്മൾ എഞ്ചിനീയറിംഗ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് ബിൽഡിങ്, ടവർ, റെയിൽവേ ലൈൻസ് ഇതിൻ്റെയൊക്കെ പൊസിഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനറലി എഞ്ചിനീയറിംഗ് സർവേ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മൈൻ സർവേ. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, നമ്മൾ മൈനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സർവേ ആണ് മൈൻ സർവേ. അതായത് മൈൻസിന് വേണ്ടിയൊക്കെ നമ്മൾ എത്ര ഡെപ്തിലാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു സർവേയാണ് നമ്മൾ മൈൻ സർവേ എന്ന് പറയുന്നത്. അടുത്തതാണ് മിലിറ്ററി സർവേ. ഇത് നമ്മുടെ ബോർഡ് ഓഫ് ഓർഗനൈസേഷനാണ് ജനറലി മിലിറ്ററി സർവേ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ കൺട്രിയുടെയൊക്കെ ബോർഡറിലും മറ്റുമാണ് ഈ സർവേ ജനറലി കണ്ടക്ട് ചെയ്യുന്നത്. മെയിൻ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് മിലിറ്ററി സർവേ. നെക്സ്റ്റ് വണ്ണാണ് ആർക്കിയോളജിക്കൽ സർവേ. ഇതും പേരിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഈ സർവേയുടെ മെയിൻ ഫങ്ഷൻ ഫോസിലും മറ്റും കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയുള്ള സർവേയാണ് ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജിയോളജിക്കൽ സർവേ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ ടോപ്പിൽ നിന്ന് സെൻറ്ററിലേക്ക് പോകുന്തോറും പല പല ലേയേഴ്സായിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ആ സ്ട്രാറ്റയെക്കുറിച്ചുള്ള സ്റ്റഡിയും മറ്റും വരുന്നത് നമ്മുടെ ഈ ജിയോളജിക്കൽ സർവേയിലാണ്. അപ്പോൾ ജിയോളജിക്കൽ സർവേ ജനറലി കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സോയിലിൻ്റെ സ്ട്രാറ്റ സ്റ്റഡിക്ക് വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്. ഇതൊരു വലിയ ക്ലാസിഫിക്കേഷനാണ്. ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുമോ ആ ടൈപ്പിൽ സർവേ കാണും. അപ്പോൾ ഈ സർവേക്ക് വേണ്ടി നമ്മൾ ചെയിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ചെയിൻ സർവേ എന്ന് വിളിക്കുന്നു. കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ കോമ്പസ് സർവേ എന്ന് വിളിക്കുന്നു. പ്ലെയിൻ ടേബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്ലെയിൻ ടേബിൾ സർവേ എന്ന് വിളിക്കുന്നു. ഈ റീസെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ടോട്ടൽ സ്റ്റേഷൻ. അപ്പോൾ ടോട്ടൽ സ്റ്റേഷനാണ് നമ്മൾ സർവേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ സർവേയിങ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയും ഈ സർവേയിങ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് വെച്ചുള്ള സർവേയിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്, നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർവേയുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അത് ഓർത്തിരിക്കുക, സർവേയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് ഞാൻ പറയുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പ്രൈമറി ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? ഈ പ്രൈമറി ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് പ്ലെയിൻ സർവേയിങ്, ജിയോഡറ്റിക് സർവേയിങ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നേച്ചർ ഓഫ് ദി എർത്ത്. ആ നേച്ചർ ഓഫ് ദി എർത്തിൻ്റെ അകത്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ലാൻഡ് സർവേ. ആ ലാൻഡ് സർവേക്കകത്ത് വരുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേ. ഓക്കെ, അതിനകത്ത് മറ്റൊരു സബായിരുന്നു മറൈൻ സർവേ, ദെൻ അസ്ട്രോണമിക്കൽ സർവേ. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഓഫ് സർവേ. ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഓഫ് സർവേ വെച്ച് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് സർവേ, മറൈൻ സർവേ, മിലിറ്ററി സർവേ, ആർക്കിയോളജിക്കൽ സർവേ, ജിയോളജിക്കൽ സർവേ. ലാസ്റ്റ് പഠിച്ച ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്. ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നോ ആ ഓരോ പേരിലും സർവേ കാണപ്പെടും. ഓക്കെ,
അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്റ്റ്, എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു പോർഷനാണ് ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ്ങും പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്ങും. പലപ്പോഴും ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ് ചോദിക്കുമ്പോൾ എല്ലാവരും എഴുതുന്നൊരു പോയിൻ്റ് ഉണ്ട്, ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ട് എന്നുള്ളത് ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ് അല്ല, അത് സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ്. ഒബ്ജക്റ്റ് ഓഫ് സർവേ മീൻസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ലാൻഡിലുള്ള എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് സർവേ നടത്തുന്നത്. എന്നിട്ട് അവിടെ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ സർവേയുടെ ഒരു ഫംഗ്ഷനാണ് ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്തു എന്നിട്ട് അതിൻ്റെ ഏരിയ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ആണ്. അപ്പം അതിനകത്ത് ഫസ്റ്റ് പോയിൻ്റാണ് ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചാൽ അതിനകത്തൊരു ഓപ്ഷനിൽ കാണുന്ന ഒരു ചോയ്സ് ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ട് തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ട് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് എന്തുകൊണ്ട് ഒറ്റയടിക്ക് നമ്മുടെ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിച്ചുകൂടാ? നമുക്കിപ്പോൾ നമ്മുടെ പ്ലോട്ടിൻ്റെ ലെങ്തും വിഡ്ത്തും അറിയാമെങ്കിൽ ഒറ്റയടിക്ക് ഏരിയ കണ്ടുപിടിച്ചു കൂടെ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്ലോട്ടിനെ നമ്മൾ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ ഓരോ ഇൻഡിവിജ്വൽ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ഏരിയയും കൂടെ സം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്ലോട്ടിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ വോൾ ഏരിയ ആയിട്ട് ഒറ്റയടിക്ക് ചെയ്യാറില്ല. ഇങ്ങനെ സബ്ബായിട്ട് ചെയ്തുകൊണ്ടുള്ള ഗുണം, ചെറിയ ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എറർ അക്യുമുലേഷൻ വളരെ കുറവായിരിക്കും. അതായത് ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എറർ ഉണ്ടാവാം, പക്ഷേ ഇങ്ങനെ സബ്ബായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്താൽ എറർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ട്. സെക്കൻഡ് പ്രിൻസിപ്പിളാണ് ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് എ പോയിൻറ്റ് ഫ്രം ടു റെഫറൻസ് പോയിൻറ്റ്. നമുക്കറിയാം, ഗ്രൗണ്ടിൽ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു പോയിൻ്റ് വെച്ചുകൊണ്ട് അതിനെ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മിനിമം ഒരു 2 പോയിൻ്റെങ്കിലും വേണം. ഇവിടെ ഫിഗർ ശ്രദ്ധിക്കുക, എക്സ് എന്നുള്ളൊരു പോയിൻ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോവുക. നമുക്ക് എയിൽ നിന്ന് മാത്രം എക്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ എക്സ് എന്നുള്ള പോയിൻ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതായത് എയും ബിയെയും വെച്ചുകൊണ്ട് നമ്മൾ എക്സ് എന്നുള്ള പോയിൻ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് സർവേ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ട്, സെക്കൻഡ് വൺ ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് എ പോയിൻ്റ് ഫ്രം ടു റെഫറൻസ് പോയിൻ്റ്. ദെൻ നമുക്കിനി സർവേയിങ്ങിനകത്ത് കുറച്ച് കൺവെർഷൻസ് ആണ് ആവശ്യം ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 1 മൈൽ ഈക്വൽ ടു 1.609 കിലോമീറ്റർ ആണ് 1 മൈൽ. നെക്സ്റ്റ് 1 നോട്ടിക്കൽ മൈൽ. 1 നോട്ടിക്കൽ മൈൽ ഈക്വൽ ടു 1852 മീറ്റർ. 1 ഫർലോങ് ഈക്വൽ ടു 201.68 മീറ്റർ. 1 ഏക്കർ ഇസ് ഈക്വൽ ടു 100 സെൻറ്റ്. താഴെ ശ്രദ്ധിക്കുക, 1 സെൻറ്റ് എന്നുള്ളത് 14.46 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം 100 സെൻറ്റ് എന്നുള്ളത് 4046 മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 ഏക്കർ എന്ന് വെച്ചാൽ 4046 മീറ്റർ സ്ക്വയർ ആണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര സെൻറ്റ്, 7 സെൻറ്റ് എന്നാണെങ്കിൽ അതിനെ നമുക്ക് മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമുക്കറിയാം 1 സെൻറ്റ് 14.46 മീറ്റർ സ്ക്വയറാണ്. അപ്പോൾ 7 സെൻറ്റ് ആണെങ്കിൽ 7 × 14.46 കൊണ്ട് ചെയ്താൽ എത്ര മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് എല്ലാവർക്കും ജനറലി അറിയാവുന്ന മീറ്ററിലുള്ള കൺവേർഷൻ തന്നെയാണ്. ഇനി നമുക്കറിയാം, നമ്മുടെ കരക്കുറയിലും മറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആർസ് എന്നുള്ളൊരു ടേമ. നമുക്കിപ്പോൾ സ്ഥലം 2.5 ആർസ് അല്ലെങ്കിൽ 3 ആർസ് എന്നാണ് കാണുന്നത്. അപ്പോൾ 1 ആർ എന്നുള്ളത് 100 മീറ്റർ സ്ക്വയർ ആണ്. ഓർത്തിരിക്കുക, 100 മീറ്റർ സ്ക്വയർ ആണ് 1 ആർ. ഓക്കെ, ഇനി അടുത്തത് 2 പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ് അടുത്ത നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു ചോദിച്ച ക്വസ്റ്റ്യനാണ് 1 മൈൽ ഈക്വൽ ടു 8 ഫർലോങ്. 8 ഫർലോങ് ചേർന്നാലാണ് 1 മൈൽ. അടുത്ത് 1 ഹെക്ടർ ഈക്വൽ ടു 10⁴ മീറ്റർ സ്ക്വയർ. അതായത് 1 ഹെക്ടർ എന്നുള്ളത് 10⁴ മീറ്റർ സ്ക്വയർ ആണ്. ഈ ലാസ്റ്റ് 2 കാണിച്ചേക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ ആവശ്യമുള്ളൊരു
ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് ചെയിൻ. നമ്മൾ ഓരോ ചെയിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനു മുന്നേ നമുക്ക് ടൈപ്പ് ഓഫ് ചെയിനെക്കുറിച്ച് പഠിക്കാം. നമുക്ക് ജനറലി 4 ടൈപ്പ് ചെയിനാണുള്ളത്. ഫസ്റ്റ് വൺ മെട്രിക് ചെയിൻ. അപ്പോൾ മെട്രിക് ചെയിൻ്റെ ലെങ്ത് 20 മീറ്ററാണ്. 100 ലിങ്ക് ഉണ്ട്. ശ്രദ്ധിക്കുക, 20 മീറ്ററിൻ്റെ ചെയിന് 100 ലിങ്ക് ഉണ്ട്. ഇത് കൂടാതെ വേറെ മെട്രിക് ചെയിനും കൂടെ ഉണ്ട് 30 മീറ്റർ. 30 മീറ്ററാണ് അതിൻ്റെ ലെങ്ത് എങ്കിൽ അതിൽ 150 ലിങ്ക് കാണും. അടുത്താണ് ഗണ്ടേഴ്സ് ചെയിൻ. ഈ ഗണ്ടേഴ്സ് ചെയിൻ 66 ഫീറ്റ് ലെങ്ത് ഉണ്ട്, 100 ലിങ്കും ഉണ്ട്. നെക്സ്റ്റ് വൺ റവന്യൂ ചെയിൻ. റവന്യൂ ചെയിൻ 33 ഫീറ്റ് ലെങ്ത് ഉണ്ട്, 16 ലിങ്കും ഉണ്ട്. അടുത്താണ് എൻജിനീയേഴ്സ് ചെയിൻ. എൻജിനീയേഴ്സ് ചെയിൻ 100 ഫീറ്റ് ലെങ്ത് ഉണ്ട്, 100 ലിങ്ക്സും ഉണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് ചെയിനും അതിൻ്റെ ലെങ്തും അതിൻ്റെ ലിങ്കും. ഓക്കെ, ഇനി 2 പോയിന്റ് ഞാൻ നെക്സ്റ്റ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ്, നമ്മൾ ജനറലി എർത്തിൻ്റെ ഷേപ്പിനെ പറയുന്നത് ഒബ്ലേറ്റ് സ്പിറോയിഡ് ഓർ ജിയോയിഡ് എന്നാണ് നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് നമ്മൾ ജനറലി പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത ഒരു പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒരിക്കൽ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് റേഡിയസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ ആവറേജ് റേഡിയസ് എത്രയാണ്? 6371 കിലോമീറ്റർ ആണ് എർത്തിൻ്റെ ആവറേജ് റേഡിയസ്. PSCയുടെ അന്നത്തെ ഓപ്ഷനിൽ കിടന്ന അത് 6370 കിലോമീറ്റർ എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ആവറേജ് റേഡിയസ് ഓഫ് എർത്ത് എന്നുള്ളത് 6370 കിലോമീറ്റർ.